കോട്ടയത്ത് നിന്ന് ജോസി ബാബു കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്തും രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കും. ജോസിയുടെ കൂടെ സ്ഥാനാർത്ഥി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ക്രമീകരണങ്ങളൊക്കെ? പ്രചാരണ രംഗത്ത് സജീവമാണോ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ? അപ്പം ഇന്ന് എവിടേക്കാണ് കൊട്ടിക്കലാശ പരിപാടി നടക്കാനിരിക്കുന്നത്? അതിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കോട്ടയത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ജോസി. അനിഷ, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവസാന മണിക്കൂറാണ് അവരുടെ പരസ്യ പ്രചാരണത്തിന്റെ. അത് തീരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. കൊട്ടിക്കലാശം വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും താലൂക്കുകൾ കേന്ദ്രീകരിച്ചും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം കോട്ടയം നഗരത്തിലെ നമ്മുടെ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്ന നാഗമ്പടം നോർത്ത് ഭാഗത്തെ സ്ഥാനാർത്ഥികളാണ് കൂട്ടത്തിലുള്ളത്. LDF UDF സ്ഥാനാർത്ഥിയുണ്ട്. നേരത്തെ നമ്മുടെ BJP സ്ഥാനാർത്ഥിയെയും അദ്ദേഹത്തിന്റെ ഫുട്ബോൾ പരിശീലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് UDF സ്ഥാനാർത്ഥി TC റോയ്, മുൻ കൗൺസിലർ കൂടിയാണ്. അവസാന നിമിഷത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് നിങ്ങളുടെ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശുഭമായ നല്ല പ്രതീക്ഷയാണുള്ളത്. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും. ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആളുകളുടെ ഇടയിൽ? പ്രാദേശികമായ കാര്യങ്ങളാണെങ്കിൽ പോലും കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതുവായ കാര്യങ്ങളും വിലയിരുത്തപ്പെടും. അതിൽ UDF അനുകൂലമായ ഒരു സ്ഥിതിയുണ്ടാകും. അതുകൊണ്ട് എനിക്കൊരു ആശങ്കയില്ല. എന്നെ അറിയുന്ന കക്ഷി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും വർഗത്തിനും അതീതമായി വ്യക്തിപരമായി എനിക്ക് സുരക്ഷമായിട്ട് ഞങ്ങളെല്ലാവരും തന്നെ അങ്ങനെ ഒരു വ്യക്തിപരമായ സന്തോഷമായിട്ടാണെങ്കിലും ശരി, വ്യക്തിപരമായി നല്ല സൗഹൃദമുണ്ട്. പക്ഷേ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഈ ആശയത്തിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആശയം വിജയിക്കും. ലാസ്റ്റ് മണിക്കൂറുകളിൽ എന്താണ് പരിപാടി? ഒരു പരിപാടിയില്ല. ഇന്നിപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്ന ദാസപ്പ പണിക്കർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ദുഃഖം എല്ലാവരുടെയും ദുഃഖം തന്നെയാണ്. ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചെയ്യും. സുരേഷ് അല്ലേ? സുരേഷ്, എങ്ങനെയാണ് മത്സര രംഗത്തേക്ക് വരുന്നത്? എത്രത്തോളം പ്രതീക്ഷയാണ്? ഞാനൊരു 10-30 വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ട്. അനവധി സമരങ്ങൾ സംഘടിപ്പിച്ചു. ആ സമരത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ടാണ് എൻ്റെ വ്യക്തമായ രാഷ്ട്രീയം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനൊരു പുതുമുഖമായതുകൊണ്ട് തന്നെ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും എന്നെ അറിയാവുന്ന ആളാണ്. ഞാൻ ജനിച്ചത് നാമ്പടം അമ്പലത്തിൻ്റെ അവിടെയാണ് ഞാൻ ജനിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പുണ്യവും പരിപാവനവുമായ പാദ സ്പർശനം കൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ ആ മണ്ണിലാണ് ഞാൻ ജനിച്ചത്. അത് ഞാനിപ്പം എൻ്റെ വീട് ആറ്റുമാലി ഭാഗത്താണ്. ഇവിടെ എല്ലാം സാധാരണക്കാരാണ്. എല്ലാവരും നല്ല ഇഴപ്പുണ്ട്. അത് ഈ അവസാന ദിവസത്തെ പരിപാടികൾ എങ്ങനെയാണ്? മണിക്കൂറുകളിൽ അവസാന നിമിഷം ഞങ്ങൾ വലിയ ഒരു 150 പേരുടെ വലിയ ഒരു ഹൗസ് ക്യാമ്പയിനാണ് ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തത്. അന്നേരമാണ് നമ്മുടെ പഴയ CPM ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു ദാസപ്പണിക്കരുടെ അനുജനാണ് മരണമടഞ്ഞത്. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും കൂടിയാണ്. മരിച്ച അന്നേരം തന്നെ അവർ വിളിച്ചു പറയും. ഞങ്ങൾ അവിടെ